ഹേ ഗൈസ്, എന്തൊക്കെയാണ്? സുഖല്ലേ? വെൽക്കം ടു ബഹൻസ് കോട്ട്. അപ്പോൾ ഗൈസ്, നമുക്ക് കാര്യത്തിലേക്ക് എടുക്കാം. ഇന്ന് ഒരു നോമ്പുതുറ വിശേഷമാണ് കേട്ടോ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. ഇന്ന് നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഇന്ന് ഇവിടെ നിന്നാണ് കേട്ടോ എല്ലാവരുടെ നോമ്പ് തുറക്കുന്നത്. അപ്പോൾ നോമ്പ് തുറക്കുന്നതിലേക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ നിന്ന് തന്നെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാൻ മുന്നേ വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ പോവുകയാണ്. പിന്നെ അവർ ഓൾറെഡി വീട്ടിൽ നിന്ന് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോകുന്നുണ്ട്. സ്നാക്സ് ഐറ്റംസ് ആയിട്ട് നമ്മൾ ഇവിടുന്ന് മന്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ അല്ലറ ചില്ലറ ഐറ്റംസ് സാധനങ്ങളൊക്കെ. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ വഴിയേ പറയാം കേട്ടോ. ഞാൻ അപ്പോഴേ പറഞ്ഞ ഷെബീർക്കനോട് ഞെക്കി നോക്കണേ, ഞെക്കി നോക്കരുത് എടുത്തോ. അങ്ങനെ ഫുഡ് പരിപാടി ഇതാ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൊലായലങ്ങളാണ് കേട്ടോ നിങ്ങളിപ്പോൾ കേട്ടത്. അപ്പോൾ ബനാന കേക്കാണ് നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ മുംതാസാണ് അത് കാര്യമായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. ഇവിടെ മന്തിയിലേക്കുള്ള ചിക്കൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ. പക്ഷെ ഒരു കത്തിയേ ഉള്ളൂ വീട്ടിൽ. കാരണം ഞങ്ങൾ ജനസംഖ്യ കുറവായതുകൊണ്ട് അപ്പോൾ കത്തിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് മുമ്പ്. ലാസ്റ്റ് കത്തി കിട്ടിയിട്ടോ. അങ്ങനെ ബനാന കേക്കിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ മുമ്പ് അതാ മുങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ആമിനാണ് അരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇടക്കാൾ പൊങ്ങിട്ടോ. ഇപ്പോൾ അതാ നിശു ആഡായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 3 ആളും കൂടിയാണ് ഇപ്പോൾ ഉണ്ടാക്കണേ. ഇനി ഇതിവിടെ കിടന്ന് വേവട്ടോ. ഇനി അടുത്തത് മന്തിയിലേക്കുള്ള റൈസിൻ്റെ പരിപാടിയിലേക്കാണ് കിടക്കാൻ പോകുന്നത്. റൈസ് ഓൾറെഡി ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടേനി. ഇനിയിപ്പോൾ അടുത്ത് വെള്ളം തിളപ്പിക്കാൻ അടുത്തത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ അഭിഷന്റെ കലാവിരുതുകളാണ്. ഇവിടെ ഒരുക്കിയതാ അടുപ്പ് കത്തിച്ചതാ സൊള്ളി കുത്തിരിക്കുന്നു. ആരാടി ആരായിരിക്കുന്നേ? ചോദിക്കരുത്. അങ്ങനെ മന്തിൻ്റെ റൈസ് ഇതാ ബിഷാർ ഏറ്റെടുത്തിരിക്കുകയാണ്. ഇനി ഫുൾ ടൈം ആള് ഇവിടെ ഉണ്ടാവും. എനിക്ക് പിന്നെ ഇതിലൊന്നും വലിയ വശമില്ല കേട്ടോ. ഞാൻ മെയിനായിട്ട് ഇവരെ ഹെൽപ്പ് ചെയ്യുന്നു. കാരണം ഇവിടുത്തെ പാത്രങ്ങളും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എനിക്കല്ലേ അറിയാം. അപ്പോൾ അതൊക്കെ എടുക്കാനുള്ള തിരക്കിലാണ് ഞാനുള്ളത്. എത്ര മുട്ട? ഞാൻ നോക്കി വെച്ച് പോയതാ. അടി പിടിച്ചില്ല. അപ്പൊ ഗൈസ്, ഇന്ന് നമ്മളെ നോട്ടി നട്ട്സിന്റെ നോമ്പ് തുറയാണ്. നട്ട്സുകളൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ ഉള്ള നട്ട്സ് വെച്ചിട്ട് ഞങ്ങൾ നോമ്പ് തുറ അങ്ങോട്ട് തീർപ്പാനാക്കി. ഇന്നാണ് നോമ്പ്. എല്ലാ നട്ട്സിനും നോക്കി കഴിഞ്ഞാൽ ഒരിക്കലും തുറക്കൂല. അതെ. അപ്പൊ അതിനു വേണ്ടിയുള്ള മന്തിയാണ് ഇവിടെ തിളച്ചോണ്ടിരിക്കുന്നത്. തിളക്കണേ ഉള്ളൂ. വെള്ളം തിളക്കണേ ഉള്ളൂ. നമ്മൾ അരി ഇടാൻ പോവാണ്. എന്താ കഴിവേറി ഗൾഫിലുള്ള സമയം ഒരു സാധനം തന്നെ ഉണ്ടാക്കിയത്. നമ്മുടെ അത് പഠിച്ചിരിക്കണേ. പുതിയ ഫ്രണ്ട് കിട്ടിയോ?
മോനെ നോക്കണേ ഇടി, ഓ നല്ല പൊരിച്ചില്ലട്ടാ. അങ്ങനെ ഗൈസ് ഞങ്ങൾ ബനാന കേക്ക് ഇതാ റെഡി ആയിരിക്കുകയാണ്. ഫൈനലി അത് സെറ്റ് ആയിട്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. അരി ഇടാൻ വേണ്ടി വെള്ളം ഇതാ തിളച്ച് പൊന്തിയിരിക്കുകയാണ്. അങ്ങനെ അടുത്ത നമ്മൾ അരിയിടൽ ചടങ്ങാണ് കേട്ടോ. നമ്മുടെ കുലസ്ത്രീ മോഡ് ഓണായിരിക്കുകയാണ്. തള്ള വൈബ്, കുലസ്ത്രീ എന്നൊന്നും പറയല്ലേ, തള്ള വൈബ് എല്ലാത്തിനും കണ്ടിട്ട് ഒരു തള്ള വൈബ് അടിക്കുന്നുണ്ട്. ഇത്രയും നേരം ഈ അടുപ്പ് കിടന്ന് അധ്വാനിച്ച് ഉപ്പ് ഒന്ന് നോക്കുന്ന അരിന്റെ ഷെഫാണത്. നോമ്പില്ലാത്ത കുട്ടി നോമ്പില്ലാത്ത കുട്ടി ഉപ്പ് നോക്കാൻ പോയിട്ട് ഇവിടെ എവിടെയോ വെച്ചിരുന്നല്ലോ ജി, കൊണ്ടയോ വേറെ ഒന്നുമില്ലല്ലോ. സർവത്ത് ഉണ്ടാക്കി തരാം. ഫ്രിഡ്ജിലിട്ട് വത്തക എടുത്തോളൂ, എടുത്തോടെ ഓക്കെ പിടിക്കാൻ പറ്റുമോ കേട്ടോ, വീണോണ്ട്. അരി എന്തായാലും അവിടെ കിടന്ന് തിളക്കട്ടെ. ഇനി അടുത്ത് നമുക്ക് വാട്ടർ മെലൺ കൊണ്ട് മുഹമ്മദ് ക സർബത്ത് ഉണ്ടാക്കാം. അടി കൂടെ മുറിക്കാറില്ല, ഞാനങ്ങനെ മുറിക്കേണ്ട വിചാരിച്ചാ മുന്നേ. എല്ലാത്തിലും കേറിക്കോളും. പഞ്ചസാറിന്റെ ബാക്കിലെ ഫോൺ കിട്ടിച്ചേക്കല്ലേ. ഒരു വത്തക്കട മുറിച്ചത് ക്യൂബ് ക്യൂബ് ആക്കി ഇടണോ? ക്യൂബാക്കി എല്ലാ ഇലവറകളും ചേർന്നതാണ് നമ്മുടെ ബിഷാരയുടെ ബിരിയാണി മന്തി. മറ്റേ എനിക്ക് മറ്റേ ഷോർട്ട് ഫിലിം ഓർമ്മ വരുന്നത് എന്താണ്, സർവ്വ ഗുണങ്ങളുടെയൊക്കെ പിളനിലമായ നമ്മളുടെ മകൻ. നല്ല സ്മെല്ല്. അങ്ങനെ സാധനങ്ങളൊക്കെ ആയിട്ടുണ്ട് ഏകദേശം. പിന്നെ ടൈമും ആവാനായിട്ടുണ്ട്. അപ്പം ഞങ്ങളെല്ലാം സെർവ് ചെയ്യാൻ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ഓരോന്ന് സെറ്റപ്പ് ചെയ്യാണ്. അതിൻ്റെ ഇടയിൽ ക്ലീനിങ് നടക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ ചോറ് ഊറ്റാൻ നിൽക്കുന്നുണ്ട്. അപ്പം എല്ലാം ഷടപടയും നടക്കുന്നുണ്ട് ഗൈസ്. ഇനിയിപ്പോൾ ചോറൂറ്റിൽ എന്തായാലും നടക്കട്ടെ. അത് കഴിഞ്ഞ് നമ്മൾ ചിക്കനൊക്കെ മാഗ്നേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് രണ്ടും കൂടെ ഒന്ന് ഡമ്മിടാണ്ട്. പിന്നെ അതിന് ശേഷം നമുക്ക് മയോണൈസും തക്കാളി ചട്നിയും ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ പണിയിലാണ് കേട്ടോ. മയോണൈസിന് എന്തൊക്കെയാണ് വേണ്ടത് പാലുണ്ട്, ഫ്രിഡ്ജിലുണ്ട് പാല്, തൈരും ഉണ്ട്.
എന്തോ ഒരു പ്രശ്നം എടോ ഇതൊക്കെ പീരീഡ്സ് ഒക്കെ ലേറ്റ് ആയിന്നാ പറഞ്ഞത്. ലക്ഷ്യങ്ങളുടെ സമ്പാദ്യം. ഉപ്പിട്ടീന് ഇത് അഭിഷന്റെ വീടാണ്. സോറി, ഇവളിവിടെ വലിഞ്ഞു കയറി വന്നതാണ്. സത്യം പറയും, ഏത് ഇംഗ്ലീഷ് ഫിലിമാ 2 ദിവസം മുന്നേ കണ്ടത്? സത്യം പറ. I'm a BA English student, okay? Really? Yeah. So we can talk in English, okay? No, ഓറങ്ങടെ എരിയിപ്പിക്കണ്ടാന്ന്. ഇതേതായി അന്തേവാസി? അല്ലാതെ പണിയെടുക്കാൻ പഠിച്ചിട്ടല്ലേ? എന്താളെ പണ്ടാരി വന്നിക്കണേ? മെയിൻ പണ്ടാരിയാണ് കേട്ടോ ഇവിടുത്തെ. മെയിൻ പണ്ടാരിയാണ്. പണ്ടാരി ഇങ്ങോട്ട് നോക്കേ. നമ്മള് വിളക്കത്ത് പ്രാർത്ഥിക്കുന്നു. ഇവിടെ നോമ്പിന് വേണ്ടി ആൾക്കാരുടെ ഏയ് എന്താ പാട്? അങ്ങനെ ബിഷു ഇതാ ദമ്പടൽ പരിപാടിയിലാണ്. ഇന്നിപ്പോൾ അതാ ബാങ്ക് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ മേലെ ടെറസിൽ വെച്ചിട്ടാണ് നോമ്പ് തുറക്കുന്നത്. അപ്പോൾ അവിടെയൊക്കെ സെറ്റ് ചെയ്യാൻ പോവാണ്. ലൈറ്റൊക്കെ വെച്ചിട്ട് ചെറിയൊരു ഡെക്കറേഷനും കാര്യങ്ങളും അത്രയും നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. ഒരു സിമ്പിൾ നോമ്പത്തറ. അപ്പോൾ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. പായൊക്കെ പൊന്തുണ്ടോളൂ. അങ്ങനെ നമ്മുടെ നോമ്പുതുറേൻ്റെ ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കി അത് നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ മെയിൻ രാജാവായിട്ടുള്ള മന്തി കൂടെ എത്തിയാൽ മതി കേട്ടോ. അങ്ങനെ എല്ലാവരും നോമ്പൊക്കെ തുറന്ന് ഇനിയിപ്പോൾ ഫുഡൊക്കെ കഴിക്കാൻ പോവാണ്. നമ്മളെ കുട്ടിപ്പട്ടാളങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ആമിയും ബാബുസും ആദ്യവും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പം എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നിട്ട് നമ്മൾ ഈ നോമ്പ് ആഘോഷിക്കാൻ പോവാണ്. അമ്മൊക്കെ റെഡി ആയിട്ടുണ്ട്. നിദ്രേട്ടനൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ.
ഇപ്പൊ എല്ലാവർക്കും ഉണ്ടേനു പ്ലേറ്റ്. നിങ്ങൾ ഇരിക്കുന്നാല് വാ. പ്രത്യേകിച്ച് ദൂരത്തേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. സ്നാക്സ് ഒക്കെ എല്ലാവരും കഴിച്ച് പിന്നെ അതിന് ശേഷം മന്തി കഴിക്കാൻ തുടങ്ങി കേട്ടോ. അങ്ങനെ മന്തി കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന് കഴിക്കുമ്പോൾ നല്ലൊരു വൈബായിരുന്നു. പ്രത്യേകിച്ച് ഈ ടെറസിൻ്റെ മേലേക്ക് ആയിട്ട് നമുക്ക് അങ്ങനെ പെട്ടെന്നൊരു ചൂട് അങ്ങനെ ഒന്നും ഫീൽ ചെയ്തില്ല. നല്ല ഹരമായിട്ട് എന്തായാലും പോയി. ഇവിടെ മുംതാസൊക്കെ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ആൾട്ടായി. ഓളവക ചെലവ് അതാമി. ഫുഡൊക്കെ എല്ലാവരും നല്ല വയറ് നിറച്ച് കഴിച്ചു. ഇനി ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു വാക്കിന് പോവാണ്. കല്ലമ്പാറയിലേക്കാണ് കേട്ടോ പോകുന്നത്. അവിടെ ഇപ്പോൾ നല്ലൊരു ഫുഡ് പാത്തൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആൾക്ക് ഇരിക്കാൻ പറ്റിയ നല്ല പാർക്ക് പോലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് നേരം അവിടെ ഇരുന്ന് കഥയൊക്കെ പറഞ്ഞ് പിന്നെ എല്ലാവരും വീട്ടിലേക്ക് പോയിട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.